മഹാനായ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ഖസീദയെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗം. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ഖസീദ, പല ഖസീദകളുണ്ട്. ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ ഏറ്റവും വലിയ കാമിലായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ തബഖാത്തുൽ കുബറയുടെ ആമുഖത്തിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, കാമിലായ പണ്ഡിതനാകണമെങ്കിൽ മശായിഖുമായി ബന്ധം വേണം. എന്നിട്ട് അള്ളയിൽ നിന്ന് തന്നെ നേരിട്ട് ഇൽമ പഠിക്കുന്ന കിട്ടുന്ന അവസ്ഥയിലെത്തുമ്പോഴേ അവരെക്കുറിച്ച് കാമിലായ പണ്ഡിതൻ എന്ന് പറയാൻ പറ്റൂ, അല്ലാത്തവരൊക്കെ നാഖിസീങ്ങളാണ്. അപ്പൊ കാമിലായ പണ്ഡിതന്മാർക്ക് മാത്രം അല്ലാത്തവർ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എണ്ണി കുറച്ച് ഗ്രന്ഥങ്ങൾ. അതിലെ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ഖസീദ, അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ഖസീദ കൊണ്ടുവന്നു. അപ്പൊ പേരോട് എന്ത് ചെയ്തു എന്നറിയോ? ആദ്യം പറഞ്ഞത് കട്ട് ചെയ്ത്. എന്ത്? രണ്ടാൾക്കല്ലാതെ നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാൾക്ക് നോക്കാം, മറ്റുള്ളവർക്ക് പാടില്ല. അത് പറയേണ്ടിയിരുന്നു, അത് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഖസീദ എന്നാണ് പറഞ്ഞത്. ഇയാൾ അർത്ഥം വെച്ചുകൊണ്ട് ഒരു കിതാബും നോക്കരുത്. നമ്മളത് അവിടെ പിടിച്ചു. കിതാബ് വായിക്കൽ ഫുള്ളായിരിക്കണം എന്ന് പറഞ്ഞു. വളരെ കൃത്യമായ ആശയം നമ്മൾ പറഞ്ഞപ്പോൾ ഏതൊരാൾ എനിക്കൊരു മറുപടി അയച്ചു തന്നു. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പേരോട് പറഞ്ഞത് എന്നാണ്. ഞാനത് കോട്ടിമാറ്റി എന്നാണ്. ഞാനവിടെ പറഞ്ഞത് എന്താ? അബ്ദുൽ കരീമുൽ ജീലിയുടെ ഖസീദ എന്ന് പറഞ്ഞതിന് കിതാബ് നാക്കിയ ആള് മാത്രമല്ല, രണ്ടാളുകൾക്ക് നോക്കാമെന്നാ പറഞ്ഞത്. മശായിഖുമായി ബന്ധമുള്ളവർക്കും മശായിഖുമായി ബന്ധമുള്ള ആലിമിനും. രണ്ടും പറയാൻ കാരണമില്ല, ചിലപ്പോൾ ആലിമൊന്നും ആകണമെന്നില്ല. മശായിഖിൻ്റെ മുന്നിലെത്തിയ ഒരു പറയും ഇജ്ജ നോക്കിക്കോ, ഇജാസത്ത് കൊടുത്താൽ അതാർക്കും നോക്കാം, അതിലൊക്കെ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. ഇവിടെ ഇയാൾ ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് വേറെ ഒരുത്തം പറഞ്ഞത്. അപ്പം അതിലും വലിയ പഠനത്തിലേക്കാണ് പോവുക. കാരണം എന്താ അറിയുമോ? ആ പറഞ്ഞ ഇബാറത്തിന് ശ്രദ്ധിക്കണം എന്നർത്ഥം വെച്ചാൽ പേരോടിനെ മീസാൻ ഓതാൻ പോലും പറ്റൂല എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഞാൻ ആ വിട്ടു കൊടുത്തോട്ടെ, ഇയാൾ അർത്ഥം വെച്ച് പച്ചയായ തെറ്റാണ്. ആ വായിക്കുന്നൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ومعمر بن المثنى ومن مطالعة قصيدة عبد الكريم الجيلي التي رويها المنومة ومن جملتها قطعت الورى من نفس ذاتك قطعة وما أنت مقطوع ولا أنت قاطع. അബ്ദുൽ കരീം ജീലിയുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനത് പറഞ്ഞു വരുന്നത് ബിരുദത്തിന്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ തലപ്പാവും ധരിച്ച് നീളക്കുപ്പായവും ധരിച്ച് ഏതെങ്കിലും അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെയല്ല കിതാബിലുള്ളത്. ശ്രദ്ധിക്കണം എന്ന് അർത്ഥം വെച്ച് തെറ്റാണ്. അതിലുള്ളത് എന്താ? കദാലിക യുഹ്ദറു മിൻ മുതാലഅതി കിതാബി ഇബ്രാഹിമിൻ നിളാം. അതിങ്ങനെ എണ്ണി 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 അതിന്റെ കൂട്ടത്തിലാണ് വമിൻ മുതാലഅതി ഖസീദത്തി അബ്ദുൽ കരീമിൽ ജീലി. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ഖസീദ പാട്ട് മുതാല ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം. മുതാല ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ല പേരോടെ. യുഹ്ദറു എന്ന് പറഞ്ഞാൽ എന്താ? തഹ്ദീർ. തഹ്ദീർ എന്ന് പറഞ്ഞാൽ തംബീഹുൽ മുഖാതബി അലാ അംറിൻ മദ്മൂമിൻ മക്റൂഹിൻ ലിയജ്തനിബഹു. വളരെ മോശമായ ഒരു കാര്യം മുഖാത്തബിനെ, ശ്രോതാവിനെ ഓർമ്മപ്പെടുത്തുകയാണ്, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒഴിവാക്കണം, അതാ തഹ്ദീർ. അതിന്റെ കുറച്ച് ഇപ്പുറത്ത് പോയാൽ കാണാം വൽ യുഹ്ദർ മിൻ ശുറുബിൽ ഖംറീൻ. ഇതതിന്റെ അർത്ഥം പേരോടൊക്കെ കള്ള് കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചു കുടിക്കണം. അങ്ങനെ അതിന്റെ അർത്ഥം ഒരു ചങ്ങായി അർത്ഥം വെക്കാണ്. വൽ യുഹ്ദർ മിൻ ശുറുബിൽ ഖംറി എന്താ? കള്ള് കുടിക്കാൻ പാടില്ല, അതിനെ തൊട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ മശായിഖിൽ നിന്ന് ഇജാസത്ത് കിട്ടിയാത്ത ആലിം അവൻ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ആ ഖസീദ നോക്കുന്നതിനൊട്ട് സൂക്ഷിക്കണം, ഓനെ നോക്കരുത്. അപ്പൊ ശ്രദ്ധിക്കണം എന്നർത്ഥം വെച്ചാൽ പിന്നെ നിങ്ങൾ കുടുങ്ങും. കാരണം യുഹ്ദർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നല്ല, അത് ഒഴിവാക്കണം എന്നാണ്. ഏടുന്നാണോ നിങ്ങളൊക്കെ കിതാബ് ഓതിയത്? മുശാവറിന്റെ സെക്രട്ടറിയാണ് അത്ര. SBS സെക്രട്ടറി പോലും ആകാൻ പറ്റില്ല. കിതാബിയായ ബഹ്സാ ഇത്.
അങ്ങനെ ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ ഒരു ലോഹിറായ കിതാബ് അർത്ഥം വെക്കാനുള്ള ഒരു ബോധം ബലാണ് മശായിഖന്മാരോട് തർക്കിക്കാൻ വരുന്നത്. അതാണ് ഏറ്റവും വലിയ സംഗതി. അതുകൊണ്ട്